ആലുവ ചൂർണിക്കര പഞ്ചായത്തിലെ അശോക ഗ്രൗണ്ട് നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് നമ്മുടെ കായിക താരങ്ങൾ. പഞ്ചായത്തിലെ ഭൂരഹിതർക്ക് അശോക ഗ്രൗണ്ട് പതിച്ചു നൽകാനുള്ള നീക്കവുമായി ലാൻഡ് ബോർഡ് രംഗത്തെത്തിയതോടെയാണ് നിരവധി ദേശീയ കായിക പ്രതിഭകൾക്ക് ജന്മം നൽകിയ അരനൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള അശോക ഗ്രൗണ്ടിന്റെ നിലനിൽപ്പ് ഭീഷണിയിലായത്. നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ അശോക ഗ്രൗണ്ട് കളിസ്ഥലമായി നിലനിർത്തണമെന്ന ആവശ്യവുമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. കായിക താരങ്ങളെ വളർത്താൻ നമ്മൾ മുൻകൈ എടുക്കേണ്ടതില്ലേ? അവർ കളിച്ചു വളരട്ടെ. കായിക ഉന്നമനം മറക്കുന്നു സർക്കാർ എന്നാണ് ചോദ്യം. റിപ്പോർട്ടർ മിനി ലൈവാത്തോണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അശോക ഗ്രൗണ്ടിൽ നിന്ന് അലി അക്ബർ ഷായുണ്ട്, ഒപ്പം അഞ്ജലി ശ്രീജിത രാജും നമുക്കൊപ്പം ചേരും. ഞാൻ ആദ്യം ആ ഗ്രൗണ്ട് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ കായിക താരങ്ങളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരിടമാണ്. ഇത്തരം മൈതാനങ്ങൾ കേന്ദ്രീകരിച്ച് എത്രയെത്ര ഓർമ്മകളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അപ്പോൾ കായിക താരങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മൈതാനം അശോക ഗ്രൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് അവർ നമ്മളുമായി പങ്കുവച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ട് നമ്മുടെ അലി അക്ബർ ഷാ പ്രേക്ഷകർക്ക് കാണിക്കും. ശ്രീജിത രാജും നമുക്ക് കാണിച്ചു തരും. അലി അക്ബർ ഷായിലേക്ക് ഒന്ന് പോയാൽ. അലി അക്ബർ ഷാ, വെരി ഗുഡ് മോർണിംഗ്. അഞ്ജലി, വെരി ഗുഡ് മോർണിംഗ്. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. അലി, എന്തുകൊണ്ടാണ് ഈ അശോക ഗ്രൗണ്ട് നഷ്ടപ്പെടുന്നത്? അശോക ഗ്രൗണ്ട് ഇപ്പോൾ ആരുടെ ചുമതലയിലാണ്? അത് പഞ്ചായത്തിൻ്റെ കയ്യിലാണോ ഉള്ളത്, അതല്ല മറ്റാരുടെയെങ്കിലും കയ്യിലാണോ? അതിപ്പോൾ ഭൂരഹിതർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ വേറെ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയല്ലേ വേണ്ടത്? കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് തന്നെ കൊടുക്കണോ? എത്ര സ്ഥലമുണ്ട്? അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയൂ അലി അക്ബർ ഷാ. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പറഞ്ഞ അശോക ഗ്രൗണ്ടിലാണ്. അരനൂറ്റാണ്ടിലധികം കായിക പാരമ്പര്യമുണ്ട് ഈ ഗ്രൗണ്ടിന്. ദേശീയ താരങ്ങൾ ഉൾപ്പെടെ നിലവിലെ സന്തോഷ് ട്രോഫി കേരള ടീം ക്യാപ്റ്റൻ ഉൾപ്പെടെ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ് ഈ അശോക ഗ്രൗണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ, ഏകദേശം കൃത്യമായി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് 58 കാലഘട്ടം മുതൽ തന്നെ ഈ പ്രദേശവാസികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണിത്. ഈ ചൂർണിക്കര പഞ്ചായത്ത് മാത്രമല്ല, സമീപത്തുള്ള മറ്റ് ഏകദേശം 3ഓളം പഞ്ചായത്തുകൾക്ക് ഇത്രയും നല്ലൊരു കളിസ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ആ കാലം തൊട്ട് തന്നെ ഏകദേശം 4ഓളം പഞ്ചായത്തിലെ കളിക്കാർ, കായിക താരങ്ങളെല്ലാം അവരുടെ കായിക പ്രേമത്തിന് ഉപയോഗിച്ചിരുന്നത് ഈ കാണുന്ന അശോക ഗ്രൗണ്ടാണ്. അന്ന് കാലം മുതൽ തന്നെ ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമുണ്ടായിരുന്നു. കണക്കുകളിൽ ഇപ്പോഴും ഇത് മിച്ചഭൂമിയാണ്. പഞ്ചായത്ത് രേഖകളിൽ ഇപ്പോഴും ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിൽ ഇപ്പോഴും ഇത് മിച്ചഭൂമിയാണ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പ്രദേശം ഏറ്റെടുക്കാൻ ഏകദേശം 90കളിൽ ഒരു ശ്രമം ലാൻഡ് ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ പ്രദേശവാസികൾ അന്ന് ജനകീയമായി പിരിവിട്ട് പണമെടുത്ത് മറ്റൊരു സ്ഥലം ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി കൃത്യമായി പണി കഴിപ്പിച്ചു കൊടുത്ത് ഈ ഗ്രൗണ്ട് അന്ന് നിലനിർത്തുകയായിരുന്നു. അന്ന് ഇവർക്ക് നൽകിയ വാഗ്ദാനം പ്രദേശത്തിന്റെ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ കളിസ്ഥലമായി ഈ ഭൂമിയെ നിലനിർത്തുമെന്നുള്ളതായിരുന്നു. അതിനുശേഷം ഏകദേശം 3 പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള പല വിധത്തിലുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ലാൻഡ് ബോർഡ് ഈ ഭൂമി ഏറ്റെടുക്കാനായി വന്നിരിക്കുന്നത്. ഭൂരഹിതർക്ക് ഈ ഭൂമി വിട്ടുകൊടുക്കണം, ഭവന നിർമ്മാണത്തിനായി വിട്ടുകൊടുക്കണം എന്നതാണ് ആവശ്യം. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ മറ്റനേകം മിച്ച ഭൂമികൾ ഉണ്ട് എന്നതാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന ആരോപണം. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ 4 പഞ്ചായത്തുകളുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഈ ഗ്രൗണ്ട് എന്തിനേറ്റെടുക്കുന്നു? ഇത് തങ്ങൾക്ക് വിട്ടു നൽകണമെന്നതാണ് ആവശ്യം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ പ്രതിഷേധത്തിലേക്ക് ഇവർ കടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി കഴിഞ്ഞു. ഇവിടുത്തെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം ഇത് കൃത്യമായി മറ്റു പണികളൊന്നും എടുക്കാതെ സ്ട്രക്ചറാണ് ഈ സ്ഥലത്തിന്റെ പ്രധാന കാര്യം. പ്രധാനമായും അശോക ഗ്രൗണ്ട് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. ഇത് കളിസ്ഥലമായി തന്നെ 4ഓളം പഞ്ചായത്തുകൾ നിരന്തരം ഉപയോഗിച്ചു പോരുന്ന ഗ്രൗണ്ടുകൾ, അഖില കേരള മത്സരങ്ങൾ നടക്കുന്ന ഗ്രൗണ്ടുകൾ, ഇവിടെ ക്യാമ്പുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള അണ്ടർ 15 ക്യാമ്പുകൾ നിരന്തരമായി നടക്കുന്ന ഗ്രൗണ്ടുകൾ, ക്ലബ്ബ് നല്ല രീതിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലബ്ബ് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് പതിറ്റാണ്ടുകളായിട്ട് മിച്ചഭൂമിയായി തന്നെ തുടരുന്നത് വളരെയധികം ഞങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്തിൽ തന്നെ മിച്ചഭൂമിയായി പുറമ്പോക്കായിട്ട് 2 ഏക്കറിന് മുകളിൽ തന്നെ ഭൂമി കിടക്കുമ്പോഴാണ് ഈ ഗ്രൗണ്ടിനെ ഇത്തരത്തിൽ ലാൻഡ് ബോർഡ് ഭൂരഹിതർക്ക് കൊടുക്കുന്നതിന് മാറ്റിവെച്ചത്. ഭൂരഹിതർക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. ഭൂരഹിതർക്ക് പഞ്ചായത്തിൽ തന്നെ പുറമ്പോക്കായിട്ടുള്ള ഒട്ടനവധി ഭൂമി കിടക്കുന്നുണ്ട്. അത് അവർക്ക് പതിച്ചു കൊടുത്തുകൊണ്ട് ഈ ഗ്രൗണ്ട് ഞങ്ങൾ 90കളിൽ ഇതിനോട് ചേർന്ന് കിടന്ന കുന്നുമലയായിട്ട് കിടന്നിരുന്ന പ്രദേശം നാട്ടുകാർ 25,000 രൂപയോളം ചെലവാക്കി, അന്നത്തെ 25,000 രൂപ ചെലവാക്കി നികത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് വിട്ടുതന്നത്. വീണ്ടും ഞങ്ങൾ ഈ ലൈഫ് പദ്ധതിയും ഒക്കെ ആയി വന്നപ്പോൾ നിയമ പോരാട്ടങ്ങളിലൂടെ ഒട്ടനവധി സമയം ഞങ്ങൾ ഈ ഗ്രൗണ്ടിന് വേണ്ടി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും
പഞ്ചായത്ത് എന്തുകൊണ്ടാണ് കൃത്യമായ ഇടപെടൽ? പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് എന്തുകൊണ്ട് ഇത് കളിസ്ഥലമായി നിലനിർത്താനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല? പഞ്ചായത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്കറിയാം, കേരള സർക്കാരിന്റെ ഒരു ലക്ഷ്യമാണ് ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രൗണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വാർഡിൽ ഒരു ഗ്രൗണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പഞ്ചായത്ത് ഇത് നിലനിർത്താത്ത, പഞ്ചായത്തിന് ഇടപെടുന്നതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, സർക്കാർ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ 1 ഏക്കർ 2 സെന്റ് വരുന്ന ഭൂമിക്ക് ആനുപാതികമായിട്ട് പഞ്ചായത്ത് ഒരു സ്ഥലം കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഈ ഗ്രൗണ്ട് പതിച്ചു നൽകാമെന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളതാണ്. വലിയ വീഴ്ച പഞ്ചായത്തിന്റെ ഭാഗത്ത് വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM ചൂർണിക്കര ലോക്കൽ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് പരാതിയിൽ എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടോ? 1983 നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മുട്ടം 1-ാം വാർഡിൽ നിന്നും 2-ാം വാർഡിൽ നിന്നും പുനരധിവസിപ്പിക്കാനുള്ള ആളുകൾക്ക് വേണ്ടി ഈ സ്ഥലം കണ്ടെത്തിയതാണ്. അന്നത്തെ കളക്ടറായിരുന്ന ജില്ലാ കളക്ടറും RDO ആദില അബ്ദുള്ളയും 4 സെന്റ് വീതമാണ് ഈ ആളുകൾക്ക് നിശ്ചയിച്ചത്. ഇവിടെ വന്നപ്പോൾ അതൊരു വലിയ പ്രക്ഷോഭമായി മാറുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത് 3 സെന്റാക്കി നിജപ്പെടുത്തിക്കൊണ്ട് ഈ 1 ഏക്കർ 2 സെന്റ് സ്ഥലം നിലനിർത്തി പോരുകയുമായി ഉണ്ടായത്. നമ്മളിപ്പോൾ നിലവിൽ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി പരാതി നൽകിയിട്ടുണ്ടല്ലോ. അപ്പം അതിൽ എന്തെങ്കിലും ഒരു മറുപടി ലഭിച്ചിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ? ഇല്ല. 10-ാം തീയതിക്ക് മുമ്പ് CM-ആയിട്ട് കാണാനുള്ളൊരു ഇത് തന്നിട്ടുണ്ട്, ലഭിച്ചിരിക്കും. അരുൺ, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് നമ്മളിപ്പോൾ പ്രതികരിച്ചത്. ഇവിടെ പല പ്രായത്തിലുള്ള ആളുകളുണ്ട് അരുൺ. യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രായമായ ആളുകളൊക്കെ അവരൊക്കെ അന്ന് കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. ചേട്ടനൊക്കെ കളിച്ചു വളർന്ന സ്ഥലമാണ്. ഞാൻ ഈ അശോക സ്കൂളിൽ 1-ാം ക്ലാസ് തുടങ്ങി പഠിച്ചു വളർന്ന അന്നുകൂടി കളിക്കണേ. ഈ 65 വയസ്സായി. ഞാൻ ആ സമയത്ത് ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അശോക ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു എന്താ പറയുക നൊസ്റ്റാളജി. ഞങ്ങൾക്കങ്ങനെ അതുപോലെ ഇതായിട്ടുള്ളതാണ്. 3 മണി ആവാൻ കാത്തിരിക്കും. സ്കൂളുള്ള ദിവസം സ്കൂൾ കഴിഞ്ഞ് നേരെ ഇവിടെ വരും. ഒരു കാര്യം കൂടി അലി അവരോട് ചോദിക്കൂ, ഈ അശോക ഗ്രൗണ്ട് നഷ്ടപ്പെട്ടാൽ ഈ പഞ്ചായത്തിൽ ഇവിടെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ വേറെ ഗ്രൗണ്ട് ഉണ്ടോ ആ ഭാഗത്ത്? അങ്ങനെയുള്ളൊരു ഇതാണ് ഞങ്ങളുടെ അത്രയധികം ഇമോഷണലി കണക്റ്റഡ് ആണ്. നമുക്കിപ്പോൾ ചൂർണിക്കര പഞ്ചായത്തിന് മാത്രമല്ല, സമീപത്തുള്ള 3-4 പഞ്ചായത്തുകൾ അന്ന് തൊട്ട് ചേട്ടനി പറയുന്ന കാലം തൊട്ട് സജീവമായി കളിച്ചുകൊണ്ട ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായാൽ എന്ത് ചെയ്യും? ഈ കളിക്കാൻ കുട്ടികൾ അവിടെ പോകും. കളിക്കാൻ ചൂർണിക്കര പഞ്ചായത്തിൽ വേറൊരു സ്ഥലവും ഇല്ല ഗ്രൗണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പഞ്ചായത്തിൽ ആകെയുള്ള ഒരേ ഒരു കളിസ്ഥലം, ആ കളിസ്ഥലം മാത്രമേ ലാൻഡ് ബോർഡിന് കിട്ടിയിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും ഈ വിഷയത്തിൽ പറയേണ്ട കാര്യം. അതെ, ഞാനൊന്ന് അലി അക്ബർഷയിലേക്ക് ഇതിലൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രദേശത്തേക്ക് ഈ ഗ്രൗണ്ടിലേക്ക് ആളുകളിൽ എത്തിക്കാൻ ഇവരൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ്. നിരന്തരം കുട്ടികളെ ഇവിടേക്ക് എത്തിക്കാൻ അതിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ്. അതായത് കായിക കേരളത്തെ വളർത്തിയെടുക്കാൻ തദ്ദേശീയമായി നാട്ടുകാർ ശ്രമിക്കുമ്പോഴാണ് ഉള്ള മൈതാനങ്ങൾ കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കമുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഭവനരഹിതർക്ക്, ഭൂരഹിതർക്ക് മിച്ചഭൂമി കൊടുക്കണം. ആ മിച്ചഭൂമി കൊടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തി കൊടുക്കുക. മറ്റ് 2 ഏക്കർ സ്ഥലം പഞ്ചായത്തിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറയുന്നത്. അലി, അതിന്റെ ഒരു വിശദാംശം നമുക്ക് എടുക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാണ് ഈ കണ്ണായ സ്ഥലത്ത് ഈ കുഞ്ഞുങ്ങൾ കളിച്ചു വളരുന്ന സ്ഥലം പഞ്ചായത്ത് കൊടുക്കുന്നത്? പഞ്ചായത്തിന് ഇത് കളിസ്ഥലമായി നിലനിർത്താനുള്ള ഒരു താല്പര്യമില്ല എന്ന് തോന്നുന്നു. അഞ്ജലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഞ്ജലി ശ്രീജിതരാജ്. അഞ്ജലി, കുട്ടികളൊക്കെ എന്ത് പറയുന്നു? കുട്ടികളൊക്കെ രാവിലെ കളിക്കാൻ വരുന്നുണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്ന കാണുമ്പം മനോഹരമായ ഗ്രൗണ്ടായിട്ടാണ് എനിക്കത് തോന്നുന്നത്. നമ്മളതിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ഇവിടെ ടൂർണമെന്റുകളൊക്കെ നടക്കാറുണ്ടോ അഞ്ജലി? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് 1 ഏക്കർ 2 സെന്റ് സ്ഥലമാണ് ഈ അശോക ഗ്രൗണ്ട്. ഈ അശോക ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അശോക ടെക്സ്റ്റൈൽസ് കമ്പനി നിലനിന്നിരുന്നൊരു സ്ഥലമായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ സമീപ പ്രദേശങ്ങളും കമ്പനിയിലെ ജീവനക്കാരുമായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ ഗ്രൗണ്ട് ഉപയോഗിച്ചു വന്നത്. എന്നാൽ ഏകദേശം 50 വർഷത്തെ ചരിത്രം പറയാനുണ്ട്. 50 വർഷത്തോളം, അതായത് അതിലധികം ചരിത്രം പറയാനുണ്ട് ഈ അശോക ഗ്രൗണ്ടിന്. രാവിലെ മുതൽ, അതായത് രാവും പകലുമില്ലാതെ ഈ ഗ്രൗണ്ട് ഉണർന്നിരിക്കുകയാണ്. ആലുവയിലെ കൂടാതെ ഈ എടത്തല, കീഴ്മാട്, ചൂർണിക്കര തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നും എല്ലാം ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ രാവിലെ 6 മണി മുതൽ, അതായത് അതിലും മുന്നേ കുട്ടികൾ ഇവിടേക്ക് ഓടിയെത്തുകയാണ്. കാരണം ഇവരുടെയൊക്കെ ജീവിതത്തിന്റെയും അതായത് ജീവന്റെയും ഓർമ്മകളും ഒക്കെ ഈ ഒരു മണ്ണിലാണ് വളർന്നു വരുന്നത്. ഇവിടെ നിരവധി താരങ്ങൾ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ദൃശ്യങ്ങളിലേക്ക് കാണുവാണെങ്കിൽ ഈ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉദ്ഘാടനം ചെയ്ത ഒരു ക്രിക്കറ്റ് നെക്സ് ഉണ്ട്. കൂടാതെ നിരവധി കായിക താരങ്ങൾ, അതായത് ഇവരൊക്കെ ഉയർത്തിയെടുത്തത് ഈ ഒരു പ്രദേശത്തെ കായിക താരങ്ങളെ ഉയർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചൊരു ഗ്രൗണ്ടാണിത്. ഇപ്പോൾ ഇവിടെയുള്ള സാധാരണ ഇവിടെ കളിക്കാനെത്തുന്ന കളിക്കാർ നമുക്കൊപ്പമുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ട് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് പറയാനുള്ളത്?
അതായത് നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി കണ്ട ഒരു ഗ്രൗണ്ടാണ്. നമ്മളൊരു വീട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഹോമാണ് ഈ ഗ്രൗണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് വേണം എന്ന് വളരെയധികം അത്യാവശ്യ ഘട്ടത്തിലാണ്. വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ഒരു 75 വയസ്സ് വരെയുള്ള എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഗ്രൗണ്ടാണ്. നടക്കാനാണെങ്കിലും വ്യായാമം ചെയ്യാനാണെങ്കിലും കളിക്കാനാണെങ്കിലും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വേണം എന്ന് വളരെയധികം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രായഭേദമന്യേ എല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് എത്താറ്. ഞങ്ങളുടെയൊക്കെ കാരണവന്മാർ മുതൽ കളിച്ചു കൊണ്ടുവന്ന ഗ്രൗണ്ടാണിത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ട് മാറിയിട്ട് വേറെ സ്ഥലം കളിക്കാനില്ല സത്യത്തിൽ. ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിലുള്ളതിൽ ഇപ്പോൾ ഒരു മിനി സ്റ്റേഡിയം പോലെ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ട് വിട്ടുകളയാൻ ഞങ്ങൾ ഏതറ്റം വരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഒരുമിച്ച് നിന്നിട്ട് മുന്നോട്ട് പോവുള്ളൂ. നിങ്ങളൊക്കെ ഇവിടെ കളിച്ചു വളർന്ന ആൾക്കാർ? അതെ. ഞാനൊരു 10-40 വർഷമായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ടിൽ തന്നെ എൻ്റെ അടുത്ത തലമുറയും ഇവിടെ കളിച്ച്. ഓക്കെ അഞ്ജലി, ആ ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഇറങ്ങി അങ്ങോട്ട് കളിക്കാൻ തോന്നുന്നു. അവിടെ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ അത്രയും വർഷങ്ങളായി രാവിലെ 6 മണി മുതൽ കളിച്ചുകൊണ്ടിരുന്ന ആളുകൾ വൈകുന്നേരം ആവാൻ വേണ്ടി കാത്തിരുന്ന നാട്ടുകാർ, അവർക്കൊക്കെ ആ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മൈതാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന സങ്കടം അത് ചെറുത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മാത്രമല്ല ഇതൊരു മാതൃകയാവണം സർക്കാരിന്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കായിക പ്രതിഭകൾ കൂടാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം അവർക്ക് കളിക്കാൻ മൈതാനങ്ങളില്ല. അവർ റോഡുകളിൽ കളിക്കുന്നവരാണ്. വീടിനാകെപ്പാടെ കിട്ടിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഇടങ്ങളിൽ കളിക്കുന്നവരാണ്. ഇവിടെയെങ്കിലും അവർക്ക് അവരുടെ വീട്ടുമുറ്റത്ത് കളിക്കാനുള്ള സൗകര്യമില്ല. സ്കൂളിലാണെങ്കിൽ പലപ്പോഴും അത്രയും വലിയ മൈതാനങ്ങൾ പലയിടത്തും കാണുന്നുമില്ല. ചൂർണിക്കര പഞ്ചായത്തിൽ തന്നെ ഇങ്ങനെയൊരു മൈതാനം ഇല്ല എന്നുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചൂർണിക്കര പഞ്ചായത്തിൽ തന്നെ ഇത്രയും വലിയ മൈതാനം ഒരിടത്തും ഇല്ലാതിരിക്കെ നാട്ടുകാരാണെങ്കിൽ മൈതാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ ഉള്ള മൈതാനം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പഞ്ചായത്ത് വിചാരിച്ചാൽ ഇതിൽ എന്തെങ്കിലും നടക്കുമോ? ഇനി ഇതിൽ ആരാണ് ഇടപെടേണ്ടത്? തീർച്ചയായിട്ടും മിച്ചഭൂമി ഭൂരഹിതർക്ക് കൊടുക്കണം എന്നൊരു നിയമമുള്ളത് കൊണ്ട് സർക്കാരിന് അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ മിച്ചഭൂമി വേറെ ഉണ്ടല്ലോ, ഈ പഞ്ചായത്തിൻ്റെ തന്നെയല്ലേ നാട്ടുകാർ ചോദിക്കുന്നത്. അങ്ങനെ പഞ്ചായത്തിൻ്റെ കയ്യിൽ വേറെ മിച്ചഭൂമി ഉണ്ടോ ഇതല്ലാതെ മറ്റൊരു സ്ഥലം എടുത്ത് കൊടുക്കാൻ? തീർച്ചയായും വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നം അതാണ്. മിച്ചഭൂമി സ്വാഭാവികമായും ഭൂരഹിതർക്ക് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ ഒരു ഗ്രൗണ്ടിന് വേണ്ടി ഈ പതിറ്റാണ്ടുകളോളം, ഏകദേശം 1/4 നൂറ്റാണ്ടോളം ഈ മനുഷ്യർ നടത്തിയ വലിയ പോരാട്ടമുണ്ട്. ഏകദേശം 3 പതിറ്റാണ്ടിന്റെ നിയമ പോരാട്ടവുമുണ്ട്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഇവർക്ക് ഈ ഭൂമി ഇവരുടെ കളിസ്ഥലമായി പതിച്ച് നൽകുമെന്ന ഉറപ്പായിരുന്നു ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. പക്ഷെ വീണ്ടും അന്നത്തെ ആ 90കളിൽ ഉണ്ടായ അതേ സ്ഥിതിയിലേക്ക് ഇവർ തിരിച്ചു പോവുകയാണ്. അന്നത്തെ വലിയ പോരാട്ടത്തിന്റെ കഥയൊക്കെ ഉണ്ട്. അന്ന് ഈ പ്രദേശം ഇങ്ങനെ ആക്കിയെടുക്കാൻ ഈ ട്രാക്ടർ ഉപയോഗിച്ചത് മാറ്റിയ കഥയൊക്കെ പറഞ്ഞില്ല. അന്ന് എന്തായാലും സംഭവിച്ചത്? അതെ, അന്ന് ഈ ഗ്രൗണ്ട് ഇതുപോലെ തന്നെ ഒരു 1.5 ഏക്കറോളം ആ ഭാഗത്തേക്ക് ഉണ്ടായി. ഇപ്പൊ വീടുകൾ ഇരിക്കുന്ന സ്ഥലം അത് അന്ന് കുന്നുമലയായിരുന്നു. കുന്നുമലയായിട്ട് കല്ലുവട്ട മടയായിട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. അപ്പൊ അന്ന് നമ്മുടെ ഈ ഗ്രൗണ്ടിലായിരുന്നു ആദ്യം കുറ്റിയടിച്ചത് ഈ ഭൂരഹിതർക്ക് വേണ്ടി. അപ്പൊ അന്ന് പ്രതിഷേധത്തെ തുടർന്ന് ജില്ലാ കളക്ടറും അന്നത്തെ ജോയിന്റ് കൗൺസിലായിട്ടുള്ള ഒരു ധാരണ പ്രകാരം ആ കുന്നും മലയും നാട്ടുകാർ അന്നത്തെ 25,000 രൂപയോളം പിരിവിട്ട് ട്രാക്ടർ ഉപയോഗിച്ച് നികത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 3 സെന്റ് വീതം ആ ഭൂരഹിതർക്ക് അവിടെ കൊടുത്ത് ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് ഔദ്യോഗികമായിട്ട് അന്നത്തെ കാലത്ത് വിട്ടു നൽകിയതാണ്. അരുൺ, ഇതാണ് അതായത് ജനങ്ങൾ ജനകീയമായി അന്ന് പിരിവിട്ടെടുത്ത പൈസ കൊണ്ടാണ് ഈ ഭരണാധികാരികളുടെ ആവശ്യപ്രകാരം അപ്പുറത്തുണ്ടായിരുന്ന കുന്നും പ്രദേശം ഇടിച്ചു നിരത്തി ഭവന നിർമ്മാണത്തിനായി വിട്ടു നൽകിയത്. അപ്പോഴും അവർ പ്രതീക്ഷിച്ചത് ഈ ഗ്രൗണ്ട് അവർക്ക് കിട്ടുമെന്നാണ്. ഇവിടുത്തെ പ്രധാന ആരോപണം ഈ പഞ്ചായത്തിൽ മറ്റ് മിച്ചഭൂമികളുണ്ട്, ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കണം. പക്ഷേ എന്തിന് ഈ ഭൂമി തെരഞ്ഞെടുക്കുന്നു? മന്ത്രി അടക്കമുള്ളവർ ഇത് കാണുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഉള്ള മൈതാനങ്ങൾ ഇല്ലാതാക്കുന്ന പരിപാടി ഉണ്ടാവരുത്. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വാർഡിലും മൈതാനം എന്നതാകണം നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞ സർക്കാരിന് ചേരുന്ന പണിയല്ല. ഉള്ള മൈതാനങ്ങൾ കൂടി സർക്കാർ ഏറ്റെടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഭൂരഹിതർക്ക് സ്വത്ത് കിട്ടണം, അവർക്ക് ഭൂമി ലഭിക്കണം. അതിന് മറ്റിടങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഉള്ള മൈതാനങ്ങൾ നശിപ്പിച്ച് ഈ കുഞ്ഞുങ്ങളുടെ കായിക ഭാവി നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത്. നമുക്കൊപ്പം ചേർന്നത് അഞ്ജലി ശ്രീജിത രാജും ഒപ്പം അലി അക്ബഷായുമാണ് അശോക ഗ്രൗണ്ടിൽ നിന്നും. ഇരുവർക്കും നന്ദി, താങ്ക് യു. ഒപ്പം നമുക്ക് വേണ്ടി സംസാരിക്കാനെത്തിയ നാട്ടുകാർക്കും കായിക താരങ്ങൾക്കും.